എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗോപാൽ കൃഷ്ണൻ IPS ആണ് കൂടിയുള്ളത്. ഏജുറേറ്റഡ് സർ, നമസ്കാരം. വന്ദേ മാതരം. നമുക്കറിയാം, പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി തുർക്കി എത്തുന്നു, അസർബൈജാൻ എത്തുന്നു. ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച പ്രധാനപ്പെട്ട ഡ്രോണുകളെല്ലാം തന്നെ തുർക്കി നിർമ്മിതമാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് സർ പാകിസ്ഥാനോട് തുർക്കിക്ക് ഇത്ര പ്രേമം? അതായത് ഇത് പലരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്. എന്തെന്നാണ് ഈ തുർക്കി ഇങ്ങനെ ബോർഡറില്ല പാകിസ്ഥാനുമായിട്ട്, ഇസ്ലാമിക രാജ്യം ആണ്, സുന്നി, അത് മാത്രമേ ഉള്ളൂ. വേറെയും സുന്നി രാജ്യങ്ങളുണ്ട്, സൗദി പോലെയുള്ള, അവർക്ക് പാകിസ്ഥാനോട് ഇത്ര പ്രതിപത്തിയില്ല. പൂച്ച മീൻകടയിൽ നിന്ന് കറങ്ങുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെയൊക്കെ വിരട്ടാനും പിന്നെ ഒന്ന് ഷൈൻ ചെയ്യാനും പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ ഇഷ്ടംപോലെ കടമാണ്. അവർ ആരെ വേണമെങ്കിലും പാകിസ്ഥാൻ ആർമി വിൽക്കും. അത് എത്രയോ വർഷങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സംഗതി. അത് ലോകത്തിലെല്ലാവർക്കും അറിയാം. അപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് കുറച്ച് പൈസ കൊടുത്താൽ, കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ $ബില്യൺസ് കൊടുത്താൽ, ഒരു ഡർട്ടി ബോംബ്, ന്യൂക്ലിയർ തന്നില്ലെങ്കിലും ഒരു ഡർട്ടി ബോംബിനുള്ള ഒരു സ്കോപ്പ് തന്ന വലിയ കാര്യമായിരുന്നു. ഞാൻ സൗദിക്ക് പോലും ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് സൗദിയെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ. രണ്ടും സുന്നിയാണ്. അത് മറ്റേ ഹോളി മക്കയുടെ വിഷയമായിട്ടാണ്. അത് ഞങ്ങളുടെ ആണെന്ന, ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലുള്ളതായിരുന്നല്ലോ ഹോളി മക്ക. അത് ഞങ്ങളുടെ ആയിരുന്നത്, തിരിച്ചു വേണം എന്നുള്ള ഒരു ക്ലെയിം നേരത്തെ ഉണ്ട്. അപ്പോൾ ഈ ടർക്കിയും സൗദിയും കൂടെയാണ് റീജിയണൽ ഡോമിനൻസിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പം ഈ പാകിസ്ഥാന് കുറച്ച് പൈസ കൊടുത്ത, പാകിസ്ഥാൻ ആർമിക്ക് പൈസ കൊടുത്ത് പാകിസ്ഥാൻ എങ്ങനെയാണ് ന്യൂക്ലിയർ ബോംബ് സംഘടിപ്പിച്ചത് അത് ടർക്കിക്ക് നന്നായിട്ട് അറിയാം. മോഷ്ടിച്ചും ബെഗ് ചെയ്തും സ്റ്റീൽ ചെയ്തും ഒക്കെ ആണല്ലോ. അതേപോലെ എർദോഗാൻ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഉദ്ദേശം. ഈ ഡർട്ടി ബോംബ്, മറ്റത് കിട്ടിയില്ലെങ്കിലും ഡർട്ടി ബോംബെങ്കിലും മതി. അപ്പോൾ എല്ലാവരെയും വരട്ടാം, ഗ്രീസിനെ വരട്ടാം. തൊട്ടടുത്ത് ഗ്രീസുണ്ട്. ഇവർ തമ്മിൽ വലിയ വിഷയമാണ്. അപ്പം നമ്മൾ ഗ്രീസിന് പിന്നാക്ക മിസൈൽ, ഗ്രീസ് ബ്രഹ്മോസ്, യുദ്ധത്തിന് ശേഷം ബ്രഹ്മോസ് വെച്ചിട്ടുണ്ട്. അതോ ബ്രഹ്മോസ് കൊടുത്തോ, ഐ ഡോണ്ട് റിമെമ്പർ. നമ്മൾ എല്ലാ വിധത്തിലും അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടർക്കിയുടെ ഈ പോക്കർത്തനം നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ എന്തോ ടർക്കിയുമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത, ചെയ്യാൻ പാടില്ലാത്ത ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ കയറി അറ്റൻഡ് ചെയ്തു. അത് പാടില്ലായിരുന്നു. അതാണ് സംഗതി. ഓക്കെ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ തുർക്കിക്ക് പ്രധാനമായിട്ടും ഒരു പുതിയ അച്ചുതണ്ട് രൂപീകരിക്കണം എന്നൊരു ആഗ്രഹമുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കാണുന്നു. അതായത് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തുർക്കി, അസർബൈജാൻ, ചൈന, പാകിസ്ഥാൻ എന്നുള്ളൊരു പുതിയ അച്ചുതണ്ട് രൂപീകരിക്കണം എന്നൊരു പൊളിറ്റിക്കൽ അജണ്ട കൂടി അവർക്കുണ്ട് എന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല, നമ്മളങ്ങനെ അസർബൈജാനെ നിസ്സാരമാക്കി കാണിക്കേണ്ടതുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഈ അസർബൈജാൻ ഒരു 20 വർഷം മുമ്പ് ഇൻസിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ആയിരുന്നു ആ റീജിയനിൽ. പക്ഷേ അവർക്ക് ഓയിൽ ഡിസ്കവറി വന്ന ശേഷം ബാക്കു ഓയിൽ ഫീൽഡ്സ് അവർക്ക് ഒരുപാട് പൈസയായി. കുറച്ച് ചെറിയ രാജ്യമല്ലേ, ഒരുപാട് പൈസയായി. പിന്നെ മാത്രമല്ല, ഈ അസർബൈജാനും ടർക്കിയും തമ്മിൽ ഒരു ചില സംഗതികളുണ്ട് കോമൺ ആയിട്ട്. ഈ ടർക്കിയുടെ വളരെ അടുത്ത സുഹൃത്താണ് അസർബൈജാൻ. ഇവർ രണ്ടുപേരും സായിപ്പിൻ്റെ DNA ആണ്. നോട്ട് ദ ട്രൂ ബ്ലൂ സായിപ്പ്, അത് അവർ സമ്മതിക്കില്ല. യൂറോപ്യൻ കൺട്രീസ് സമ്മതിക്കില്ല, പോടാ എന്ന് പറയും. കാരണം അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ യൂണിയനിൽ കയറ്റാത്തത്. അപ്പം എനിക്ക് ഈ ടർക്കിഷ് പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടർക്കി പേഴ്സണലുമായിട്ട് ഞാൻ വെളിയിൽ പല സ്ഥലത്തുമൊക്കെ ഉണ്ടായി. ഒരു വൃത്തികെട്ട ഒരു വർഗ്ഗമാണ്, ഇടപെടാൻ കൊള്ളില്ല. പാകിസ്ഥാനീസ് അതിനേക്കാളും ഡീസൻ്റാണ്. ഇതൊരു വൃത്തികെട്ട ഒരു വംശമാണ്. അവർ പക്ഷിയുമല്ല, മൃഗവുമല്ല, സായിപ്പുമല്ല. എന്നാൽ ഇവന്മാരുമായിട്ടൊക്കെ സായിപ്പിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദേ ആർ ആക്ച്വലി ടർക്കിഷ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി ദ ഗ്രീക്ക് കൺവേർട്സാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൺവേർട്സാണ് പാകിസ്ഥാൻ. വേറെ സൗദിയിൽ നിന്ന് കപ്പൽ കയറി വന്നതൊന്നുമല്ല.
ഇന്ത്യൻ കൺവേർട്സാണ് പാകിസ്ഥാനീസ്. അതേപോലെ ഈ ടർക്കി എന്ന് പറയുന്നത് ഗ്രീക്ക് കൺവേർട്സാണ്. അപ്പോൾ ഈ ഗ്രീസ് ക്രിസ്ത്യനാണ്, ഇവർ ഇസ്ലാമാണ്. അപ്പോൾ ഈ ടർക്കിയും ഗ്രീസും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. മറ്റേ നമ്മുടെ സൈപ്രസിൻ്റെ പകുതി യുവമാർ കയറി അങ്ങ് ഇല്ലീഗലായിട്ട് ഓക്കുപ്പ് ചെയ്തു ടർക്കി. അപ്പോൾ സൈപ്രസിൻ്റെ പകുതി ക്രിസ്ത്യൻസും പകുതി ഇതിനാണ്. അപ്പോൾ ടർക്കി ഓക്യുപ്പൈഡ് സൈപ്രസും. അപ്പോൾ ആ ടെൻഷൻ അവിടെ ഉണ്ട്, നിലനിൽക്കുകയാണ്. അത് ഗ്രീസാണ് മറ്റേ ഒറിജിനൽ സൈപ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അസർബൈജാൻ ടർക്കിയും തമ്മിൽ ഒരു വലിയൊരു ബോണോമി പണ്ടേ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസർബൈജാൻ എന്ന് പറയുന്നത് ടർക്കിഷ് DNA ആണ്. അസർബൈജാനീസ് ടർക്കിഷ് DNA ആണ് ഭൂരിപക്ഷം. പിന്നെ അവർ സുന്നി മുസ്ലിംസാണ്. അല്ല, ഐ എം സോറി, ഈ ഷിയ മുസ്ലിംസാണ്. ടർക്കിക് വംശമാണെങ്കിലും ഇവർ ഇറാനികളെ പോലെ ടൊൽവർ എന്ന് പറയുന്ന ഒരു ഷിയ വംശത്തിൽപ്പെടുന്നതാണ് ഈ അസർബൈജാൻ. പക്ഷേ ഇറാനുമായിട്ട് ശത്രുതയിലാണ്. ഇറാനുമായിട്ട് അസർബൈജാൻ ശരിയല്ല. അപ്പോൾ അസർബൈജാനെ കൊണ്ടാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൽ 24 മെയിൽ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അവിടെ അസർബൈജാനിൽ ഒരു ഡാം ഉദ്ഘാടനം നടത്തിയിട്ട് ഈ അസർബൈജാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം അദ്ദേഹം പോകുമ്പം സ്ഫോടനത്തിൽ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു. ഇറാനും പലർക്കും ബലമായ സംശയമുണ്ട് അസർബൈജാനിൽ പോയിട്ടാണ് അയാൾ തിരിച്ചു പോയത്. അസർബൈജാൻ്റെ ബോർഡറിൽ ഇറാന് ഒരു ഡാമുണ്ട്. അത് ഉദ്ഘാടനം നടത്തി തിരിച്ചു പോയപ്പം പണിഞ്ഞു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഇറാന് ടർക്കിക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇസ്രയേൽ കണക്ഷനും അതിനകത്ത് കാണുമായിരിക്കും. അപ്പോൾ ഇവർ ടർക്കിയായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ നമ്മളെ ഇവിടെ മറുനാടനിലെ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനും ടർക്കിയും അസർബൈജാനും കൂടെ ഒരു കുറുമുന്നണി, ഇസ്ലാമിക അതിനകത്ത് സൗദി ഇല്ല, കുറുമുന്നണി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ഇപ്പം പെട്ടെന്ന് എർദോഗാന് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടാണ് ഈ പാകിസ്ഥാൻ പ്രേമം വന്നത്. അത് ഇതാണ്, പഠിച്ച 18 മണി നോക്കിയിട്ട് ഈ മറ്റേ ന്യൂക്ലിയർ ടെക്നോളജി ഒന്നും മറ്റുള്ളവർ കൊടുക്കില്ല. അത് യൂറോപ്പ് ഒരിക്കലും സമ്മതിക്കില്ല. ഈ ടർക്കി യൂറോപ്പിലാണ്. എന്താ ഈ യൂറോപ്യൻസിന് ടർക്കിയോട് ചുറ്റിനും യൂറോപ്യൻ നേഷൻസ് അല്ലേ, ബൾഗേറിയ മറ്റോ മറിച്ചോ, എന്തുകൊണ്ടത് സമ്മതിക്കാത്തതെന്ന് പറഞ്ഞാൽ അതൊരു നമ്മളെവിടുത്തെ ചില സ്ഥലത്തൊക്കെ ജാതി വ്യവസ്ഥ പോലെയുള്ളൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ റോമൻ പടയോട്ടക്കാലത്ത് അബൌട്ട് 1000 years ബിഫോർ അന്ന് നടന്നാണല്ലോ പോണത്, അല്ലെങ്കിൽ കപ്പലിൽ. അപ്പോൾ ഈ അധിനിവേശ റോമൻ ലീജിയൻസ് മാർച്ച് ചെയ്ത് പോകുന്നത് ടർക്കി വഴിയാണ്. അപ്പോൾ ഈ റോമനിൽ അന്നത്തെ കാലമല്ലേ, പട്ടാളക്കാരല്ലേ. അപ്പോൾ ഈ ഒരുപാട് മിക്സ് ആയിട്ടുണ്ട് റൈസ്. അപ്പോൾ ഈ റോമൻ പടയാളി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അല്ല, എല്ലാം ഉണ്ട് അവിടെ. ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഇല്ല, ബാക്കി എല്ലാ ആളുകളും ചേർന്നാണ് ഈ റോമൻ ലീജിയൻ. അപ്പോൾ അവരുടെ ഒരു ജാരസന്തതികളാണ് ഈ ടർക്കിഷ് DNA, ടർക്കിഷ് ഡിസെൻഡൻറ്റ്. അതുകൊണ്ട് ഇവന്മാരെ യൂറോപ്പിൽ കൂട്ടാൻ പറ്റില്ല, ഇവന്മാരൊരു കുറഞ്ഞ സാധനമാണ് എന്ന് തന്നെയാണ് ഈ ബാക്കിയുള്ള യൂറോപ്യൻസ് വിചാരിക്കുന്നത്. പിന്നെ നാറ്റോ അതിനകത്ത് കയറ്റിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചൈന അടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ചിലപ്പം അമേരിക്കയ്ക്ക് അന്ന് റഷ്യ അടിച്ചോണ്ട് പോകും എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ആ കുറുമുന്നണി സത്യമാണ്. പക്ഷേ ഇപ്പോൾ ആ കുറുമുന്നണി എല്ലാം പൊളിഞ്ഞു നമ്മുടെ നമ്മുടെ ഈ വാറിന് ശേഷം. കാരണം ടർക്കിഷ് ഡ്രോൺ അപ്രസക്തമാണ്. ഈ എയർ ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്താലല്ലേ ഡ്രോൺ പറക്കുള്ളൂ. അപ്പോൾ അത് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മെക്കാനിസം, ഇവൻ്റെ ഡ്രോണ്, ഇതെല്ലാം കൂടെ പരാജയപ്പെട്ടു, പരാജയപ്പെട്ടു. അപ്പം അത് കുറുമുന്നണി വിജയിക്കില്ല. സൗദി ഒരു കാരണമാണ്. സൗദിയും UAEയും ഒരിക്കലും ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള 5 വർഷമായിട്ട് ഇവർ പ്രോ ഇന്ത്യനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സൗദിയും UAEയും നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാശ്മീരിലുണ്ട്, പിന്നെ അവരുടെ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലുമൊക്കെ വലിയ ഭീമൻ. അത് കംപ്ലീറ്റ് പെട്രോളിയം
ശുദ്ധീകരിക്കുന്ന പെട്രോളാക്കുന്ന ക്രൂഡ് ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. കാരണം ഒരു സുഖമുള്ള സ്ഥലമല്ല. ഈ ഇറാൻ ഒരു മിസൈൽ ഇട്ടാൽ മതി. ഈ പാകിസ്ഥാൻ നമ്മളെ വിരട്ടിക്കൊണ്ട് ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ വിരട്ടുന്നുണ്ട്. ഒരു മിസൈൽ ഇട്ടാൽ അതെല്ലാം കത്തിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലാണോ പിന്നെ ബറോഡയിലാണോ എന്തോ വലിയൊരു എണ്ണ ശുദ്ധീകരണ ശാല സൗദിയും UAE കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സൗദി UAE ഒന്നും അതിനകത്ത് ചേരില്ല. ഓക്കെ, അത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു സീസ് ഫയർ, ഒരു താൽക്കാലികമായ ഒരു സമാധാനം വന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും ഇന്ത്യക്ക് പാകിസ്ഥാനോടുള്ള ഒരു നയം, നിലപാട്, തീരുമാനം? ഈ ലെപ്പോർഡ് അല്ലെങ്കിൽ ചീറ്റ കനോട്ട് ചേഞ്ച് ഇറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നല്ല മനുഷ്യരുണ്ട്. ഞാൻ UN-ലൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ കുറച്ച് പാകിസ്ഥാനി ഓഫീസേഴ്സിന് അവർ തമ്മിൽ ഭയങ്കര അടിയാണ്. ഈ പ്രശ്നം ഞാൻ അന്നേ കണ്ടു. പാകിസ്ഥാനിലെ അടി അന്ന് അവിടെ UN ഞാൻ കണ്ടു. നല്ല മനുഷ്യരുണ്ട്. എനിക്കൊരു മോശപ്പെട്ട കാര്യവും അവരെ പറ്റി പറയാനില്ല. പക്ഷെ ഭൂരിപക്ഷം ഈ ആർമിയുടെ കയ്യിലാണ്. അവിടുത്തെ എല്ലാ പരിപാടികളും ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ആർമി മെക്കാനിസം എന്ന് പോകുന്നോ, ആർമിയെ പിരിച്ചുവിട്ടാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിതാന്തമായ പീസ് ഉണ്ടാവും. അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല. ഈ സിവിലിയൻ ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തിയാണ് ഈ ആർമി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആർമിയെ പിരിച്ചുവിടുക. എന്തിനാണ് ആർമി? ആരെ അടിക്കാൻ? ഇന്ത്യ അടിക്കാനാണല്ലോ ഈ ആർമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഒരു പീസ് കരാർ ഒപ്പിട്ടാൽ, യുദ്ധമില്ല കരാർ ഒപ്പിട്ടാൽ ആർമി വേണ്ട. സ്വിറ്റ്സർലൻഡും ലക്സംബർഗിനും ആർമി ഉണ്ടോ? സ്വിറ്റ്സർലൻഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർമി ഇല്ലയെന്ന് പറഞ്ഞിട്ട്? നമ്മൾ നാളെ ചാടിക്കയറി നമുക്ക് കുറച്ച് സമാധാനവും ശാന്തിയും ഒക്കെ കുറച്ച് സംസാരം നമുക്ക് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ പറ്റില്ല. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ഒരു കാര്യം മോഡിജി അത് ചെയ്തു. അത് പിന്നെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേർക്ക് സന്തോഷിക്കാനുള്ള ഈ ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസി നമുക്കില്ല. ന്യൂക്ലിയർ അവർക്കേ ഉള്ളൂ. അത് മാറ്റി. അത് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് തിരുത്തി. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ തിരുത്താനുണ്ട്. അപ്പോൾ ഇത് മാറ്റിയത് പാരഡൈം ഷിഫ്റ്റാണ്. ആരുടെത്തും ചോദിച്ചും പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ കാര്യം അങ്ങ് ചെയ്തു. അപ്പോൾ ഇവർ നന്നാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ദേ വിൽ നെവർ improve themselves. They will not get better. We cannot mend the Pakistanis. എന്താണെന്ന് വെച്ചാൽ വംശീയമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നല്ലവരുണ്ട്, വംശീയമായിട്ട് ഈ പാകിസ്ഥാനീസ് എന്ന് പറഞ്ഞാൽ ആ പെഷവാർ ആ ഏരിയയിലൊക്കെ ഉള്ള ടാക്സില ആ ഏരിയയിലുള്ള ഈ പാകിസ്ഥാനീസ്, ഞാൻ ഈ പഞ്ചാബി പാകിസ്ഥാനീസാണ് ഞാൻ കൂടുതലും പറയുന്നത്, ഈ വർഗത്തിലുള്ളതാണ്. ഈ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, ഇവിടെ വന്നപ്പം അതൊന്നും നമ്മളെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയൻസ് എഴുതി വെച്ചിട്ടില്ല. അലക്സാണ്ടർ വന്ന് പേടിപ്പിച്ചിട്ട് എല്ലാം പിടിച്ചടക്കി പോയെന്നോ അതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇപ്പം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിവസവും. ഇവിടെ മഹാപത്മനന്ദൻ എന്ന് പറഞ്ഞ ഒരു കിങ് ഉണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത ഗംഗാവര്യൻ്റെ തൊട്ട് മുന്നിലുള്ള. അദ്ദേഹം മഗധയുടെ കിങ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ അലക്സാണ്ടറിന് ഈ വാർ എലഫൻസുമായിട്ട് ആ എലഫൻറ്റ് മെക്കാനിസം അലക്സാണ്ടറിന് അറിഞ്ഞുകൂടാ. ഒരുപാട് ആനയൊക്കെ ആയിട്ട് ഭയങ്കര പവർഫുള്ളായിരുന്നു. ആക്ച്വലി അലക്സാണ്ടർ പേടിച്ച് സ്ഥലം വിട്ടതാണ്, അതിനൊരു സംശയമില്ല. അപ്പം ഈ ടാക്സിലയിലുള്ള രാജാവ് അമ്പി, അതായത് ഞാൻ പറയും പാകിസ്ഥാനികളുടെ പൂർവികർ, പോയി പിന്നെ കുതിരപ്പുറത്ത് അന്തമിട്ട് പോയി ഈ അലക്സാണ്ടറെ അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു തരാം ഇവനെ റെഡിയാക്കാം, പോറസിനെ എങ്ങനെ റെഡിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാണ്. ചതി കൂടെയാണ് ഈ അമ്പി രാജാവ് ചതിച്ചാണ് പോറസിനെ തോപ്പിച്ചത്. അപ്പം ഈ അമ്പിയുടെ വംശക്കാരാണ് ഈ പാകിസ്ഥാനീസ് ഭൂരിപക്ഷം. ഇപ്പോൾ ഞാൻ മാറില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. നാക്ക് വിളച്ചാൽ കള്ളേ പറയും. ഞങ്ങൾ ജയിച്ചു, പിന്നെ നമ്മുടെ മോഡിജി അവിടെ യുദ്ധമുഖത്തൊക്കെ പോയി സൈറ്റിൽ ബേസിലൊക്കെ പോയി ഉടനെ അയാളും തുടങ്ങി. ഷഹാബ് അയാൾ കിളി പോയി
ഇങ്ങനെ തലയിട്ടടിച്ച് സംസാരിച്ച് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ വീണ്ടും ഈ മൗലവി മുനീർ പറഞ്ഞാണ് അത് കണ്ട മോഡി അങ്ങനെയൊക്കെ ചെയ്യണം, നമ്മളും അങ്ങനെ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് അട്ടഹാസവും ബഹളവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ മീഡിയ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആർക്കാണ് വിജയം. പിന്നെ ഒറ്റ സംഗതി മാത്രം, ബ്രഹ്മോസ് മിസൈൽ എല്ലാ രാജ്യങ്ങളും ചോദിച്ചിരിക്കുന്നു. 3-4 രാജ്യങ്ങൾ ചോദിച്ചു, ഇപ്പോഴത്തെ 20 രാജ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. വൈ? ഇന്ത്യ ജയിച്ചോണ്ടോ തോറ്റുണ്ടോ? അപ്പോൾ ആ വംശത്തിൽപ്പെടുന്നതാണ് ഈ അമ്പി, ഈ പാകിസ്ഥാനീസ്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ പാകിസ്ഥാൻ നന്നാവില്ല എന്ന് പറയാൻ കാര്യം, they are incorrigible. These Pakistanis are incorrigible. You cannot change them. അതുകൊണ്ടാണ് മെയ് 7-ാം തീയതി തൊട്ട് മെയ് 14-ാം തീയതി വരെ പാകിസ്ഥാൻ നേവൽ എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. സി ഹൗ അഡേഷ്യസ് ദേ ആർ. പക്ഷെ നമ്മളിത് നേരത്തെ കണ്ടു, നമ്മുടെ ഷിപ്സും വിക്രാന്തും എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. തൽക്കാലം പട്ടാളക്കാർ ബോർഡറിൽ നിന്ന് വിഡ്രോ ആയതെങ്കിലും ഷിപ്സ് അവിടെ കിടപ്പുണ്ട്. നമുക്കിതറിയാം, ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്നറിയാം. എന്ന് പറഞ്ഞാൽ ഈ ആർമിയും സിവിലിയൻ ഗവൺമെൻറ്റും ഈ സാധാരണ ജനങ്ങളുടെ ഭയങ്കര ക്രിറ്റിസിസം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പിന്നെ അവർ ചതിക്കും. പാകിസ്ഥാനീസും ഈ ചൈനീസും ചതിക്കും. അവരുടെ ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ മൊത്തം ചതിയുടെ കഥകളേ ഉള്ളൂ. ചൈനക്കാരുടെ ആയിരുന്നാലും നമ്മൾ പാകിസ്ഥാൻകാരുടെ ആയിരുന്നാലും. അപ്പോൾ ഇവർ ചുമ്മാ എക്സസൈസ്. ഇപ്പോൾ എന്തിനാണ് നേവൽ എക്സസൈസ്? എൻ്റെ ഒരു കാര്യവുമില്ല. അപ്പം നമ്മളെ ഒന്ന് സർപ്രൈസ് ചെയ്യാനാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ അലർട്ടാണ്. അത് തുടങ്ങി. രണ്ടാമത്തത് ഹൈലി പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ IMFൻ്റെ $1 ബില്യൺ അവർക്ക് കിട്ടി. അമേരിക്കയുടെ കയ്യും കാലും ഒക്കെ പിടിച്ച് ആണ് വാങ്ങിച്ചത്. അമേരിക്ക കൊടുത്തതുമാണ്. ഉടനെ അതിൽ നിന്ന് ഒരു 20 crores എടുത്ത് മസൂദ് അസറിൻ്റെ ഫാമിലിക്ക് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് വൃത്തികെട്ട ഒരു രാജ്യമാണ്. ഞാൻ പറയില്ല, രാജ്യമൊന്നും പറയില്ല, വൃത്തികെട്ട സിസ്റ്റമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. ഈ ആർമി എന്നൊക്കെ പറയുന്ന ഷവാസൊക്കെ 20 കോടി നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകര തലവന്, അവൻ്റെ ഫാമിലിക്ക് എന്നെ ഞാൻ അവൻ്റെ എല്ലാവരും ചത്തുപോയിരുന്നു നമ്മൾ മിസൈലിട്ടപ്പം. അപ്പം നമ്മളിവിടെ വയനാട്ടൊക്കെ ഓരോ പ്രശ്നം വന്നപ്പം ഗവൺമെൻറ് പൈസ കൊടുക്കില്ലേ, അതേപോലെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ദുരിതാശ്വാസ നിധി പോലെ ഇത് ഇവന്മാരെന്ന് നന്നാവും. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും നന്നാവില്ല. നമ്മൾ വളരെ വാച്ച്ഫുൾ ആയിരിക്കണം. ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, പാകിസ്ഥാനോടൊരു വേറൊരു മുഖം തന്നെ കാണിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലേക്ക് ഈ വിഷയങ്ങൾ ഇന്ത്യ റേസ് ചെയ്യാൻ പോവാണ്. അത് ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പോളിസികളൊക്കെ തന്നെയും യുദ്ധങ്ങൾക്കെതിരായ ഒരു പോളിസികളാണ്. അപ്പം ഇന്ത്യ ഇത് റേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയായിരിക്കും? അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്ത് യുണൈറ്റഡ് നേഷൻസ്, എന്ത് സമാധാനം എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യക്കുണ്ടായി വരുന്ന ഒരു ലോക സൂപ്പർ പവറിലേക്ക് മാറുന്ന ഇന്ത്യയുടെ വോയിസ് ആളുകൾ കേൾക്കുന്നു. ഇപ്പോൾ സാർ തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മോസ് പർച്ചേസ് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നു. ഇന്ത്യ എത്രത്തോളം കീൻ ആൻഡ് ഒബ്സർവ്ഡ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. സോ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലേക്ക് ഇത് റേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ചുകൂടി പറയാമോ? ഇത് ഞാൻ മറന്നുപോയി. ഇയാൾ ചോദിച്ചത് വളരെ നന്നായി. ഞാൻ ആക്ച്വലി മറന്നു കിടക്കായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇയാൾ പ്രൈസ് ചെയ്തത്. ഈ യുണൈറ്റഡ് നേഷൻസ് ഈ പാകിസ്ഥാൻ അവർ ഈ വെപ്പൺസ് ഉപയോഗിക്കാൻ, ടെക്നോളജി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാതായ പോയോണ്ടാണ് തോറ്റുപോയത് എന്ന് പറഞ്ഞ് പാകിസ്ഥാനീസ് ബുദ്ധിയില്ലാത്തവരല്ല. അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. യു ഓൾവേസ്, ചാണക്യം പറഞ്ഞിട്ടുള്ള ഓൾവേസ് ഓവർ എസ്റ്റിമേറ്റ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് എനിമീസ് എന്നാണ്. അപ്പം അവർ ഹോംവർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പഹൽഗാം അറ്റാക്ക്, പിന്നെ മറ്റേ ആ ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടപ്പം പാകിസ്ഥാനി ലെഫ്റ്റനൻറ്റ് ജനറലും ഒക്കെ വന്ന് സല്യൂട്ട് ചെയ്തത്, പിന്നെ ഈ 20 കോടി എടുത്ത് ഇങ്ങോട്ട് കൊടുത്തത്, ഇതെല്ലാം നമ്മൾ ഡോസിയറാക്കി യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുപോകും. അപ്പോൾ പാകിസ്ഥാൻകാർ ചിരിക്കുന്നു പറഞ്ഞു, പിന്നെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന ഞങ്ങളങ്ങ് മൂക്കി കൂടെ വലിച്ചു കളയും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഈ ശശി തരൂർജിക്ക് തീർച്ചയായിട്ടും എൻ്റെ ബോസ്സായിരുന്നു ശശി തരൂർജി. ഞാൻ യുണൈറ്റഡ് നേഷൻസ് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം സെക്രട്ടറി ജനറലാണ്. അപ്പോൾ ഞാനതൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ശശി തരൂർജിക്ക് അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് കിട്ടാതെ പോകാൻ കാരണം യുണൈറ്റഡ് നേഷൻസിലെ പൊളിറ്റിക്സാണ്, അമേരിക്കയുടെ പൊളിറ്റിക്സാണ്. അദ്ദേഹത്തിൻ്റെ 10-1 അംശമുള്ള ഒരുത്തനെയാണ് പിടിച്ചുകൊണ്ട് വന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ആയിട്ട്. അയാൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് സ്ഥലമിടുകയും ചെയ്തു. ഈ സാധനം ഇപ്പം നമ്മൾ ഉഗ്രനൊരു ഒരു നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ക്രിമിനൽ ലോയറെ പോലെ, സിവിൽ ലോയറെ പോലെ പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ഇതെല്ലാം കൂടെ പ്രസൻറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മളെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണിച്ചാൽ വോട്ടിനിടും സെക്യൂരിറ്റി കൗൺസിൽ. വോട്ടിനിട്ടാൽ ചൈന അവിടെ നിൽക്കുകയില്ലേ, വീറ്റോ ചെയ്യും, തീർന്ന്. ചൈന ഒരു സെക്യൂരിറ്റി മെമ്പേഴ്സിൽ ഒരാൾ വീറ്റോ ചെയ്താൽ തീർന്ന്. റഷ്യ നമ്മളെ അനുകൂലിക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കും. US പണ്ട് ചൈനയുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ US ചിലപ്പോൾ മാറി നിൽക്കുമായിരിക്കും, അബ്സ്റ്റെയിൻ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ തോറ്റു പോകും. ആ UN ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഹമ്പിളായിട്ട് എനിക്കിങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാം. അത് ഫീസിബിൾ ആണെങ്കിൽ അത് ചെയ്യണം എന്നാണ് ജയശങ്കർജിയെ പോലുള്ളവരടുത്ത് എനിക്ക് താണു വീണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ പറഞ്ഞു തുടങ്ങി, സമാധാനം, നിങ്ങൾ സംസാരിക്കണം. അയാളുടെ വായിൽ എന്തായിരുന്നു കുഴപ്പം? അയാൾ ക്ലിപ്പിട്ടിരുന്നോ? ഈ പെഹൽഗാം അറ്റാക്കിനെ പറ്റി അയാൾ എന്താ ഒന്നും മിണ്ടാത്ത? നമ്മൾ യുദ്ധം തുടങ്ങിയപ്പോൾ പറയണം നിർത്തണം, സമാധാനം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇന്ത്യയുടെ വിക്ടറി വെസ്റ്റ് അങ്ങനെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ആരും ഒരു റഷ്യ ഒഴിച്ച്, ഇസ്രായേലും റഷ്യയും ഒഴിച്ച് വേറെ ആരും. ഇപ്പം നമ്മുടെ ട്രംപ് ജി ഇന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റൊന്ന് വേറൊന്ന് പറയും. അങ്ങനെ എന്താ പറയണമെന്ന് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയാണ്, കിളി പോയി പറയണതല്ല, എന്തോ ഒരു സ്ട്രാറ്റജി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ UN-ലും നമുക്ക് ഭൂരിപക്ഷം ഇല്ല. വോട്ടിട്ട് കഴിഞ്ഞാൽ 10-30 രാജ്യങ്ങൾ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ അബ്സ്റ്റൈനീസ് ആയിരിക്കും ഈ വിഷയത്തിൽ വരുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു UN നമുക്ക് എന്തിനാണ്? നമുക്ക് വേറൊരു ആൺ പിറന്നാനുണ്ടല്ലോ, ഒരു മിടുമിടുക്കൻ, ഈ UN ഇല്ലാതെ ജീവിക്കുന്ന ഒരുത്തൻ ഇസ്രായേൽ. എത്ര സാധനമാണ് ഇവർ പാസ്സാക്കിയത്, റെസൊല്യൂഷൻസ് ഇസ്രായേലിനെതിരായിട്ട്. ഇസ്രായേൽ ഫൂഡ് ഓൾ ദി റെസൊല്യൂഷൻസ് അഗൻസ്റ്റ് ഇസ്രായേൽ. പിന്നെ ഉണ്ടല്ലോ ചൈന, ഫിലിപ്പീൻസിൽ ഒരു ഷോള് വിട്ടുകൊടുക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ട്രിബ്യൂണൽ ഓർഡർ ചെയ്തു. എവിടെ? ആര് കേട്ട്? ചൈന അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ചൈന വീണ്ടും അപ്പുറത്തെ ഷോളിൽ, ഫിലിപ്പീൻസിൻ്റെ അപ്പുറത്തെ ഷോളിലോട്ടൊരു മിസൈൽ വിട്ട് ഈ ട്രിബ്യൂണലിൻ്റെ ഓർഡർ വഴി വന്നു. അപ്പം അത്യാവശ്യം ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും യുണൈറ്റഡ് നേഷൻസിനെ എടുത്തു കളയാം. അപ്പോൾ ഇങ്ങനെയുള്ള അവർക്കൊക്കെ, ഇസ്രായേലിനും ഇന്ത്യക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ അതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. ഈ ബഡ്ജറ്റിലൊക്കെ ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്കങ്ങനെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ. എന്താ പറയുക, പരിണിതപ്രജ്ഞനായ നമ്മുടെ ജയശങ്കർജി അത് PM-ൻ്റെ ശ്രദ്ധപ്പെടുത്തി UN-ൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പരിപാടികൾ ആലോചിക്കണം. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് മതി. പക്ഷേ UN-നെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഈ റെസൊല്യൂഷൻ വോട്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോഴേ, യു മാർക്ക് മൈ വേർഡ്സ്, നമ്മുടെ റെസൊല്യൂഷൻ തള്ളും. അടുത്തൊരു ചോദ്യത്തോടു കൂടി എനിക്കൊന്ന് ഈ ചർച്ചയിൽ നമുക്കൊരു പൂർണ്ണമായ ധാരണ കിട്ടും. അതായത് അസർബൈജാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല. ഒരു ന്യൂ വേൾഡ് ഓർഡർ രൂപീകരിക്കപ്പെടുകയാണ്. കാര്യം നമ്മൾ ഇതുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ ലോകക്രമത്തിൽ അത്ര പ്രാധാന്യമില്ലാത്ത പല രാഷ്ട്രങ്ങൾ, തുർക്കി, അസർബൈജാൻ, ഗ്രീസ്, അർമേനിയ, ഇവയൊക്കെ ചർച്ചകളിലേക്ക് വരികയാണ്. ഒരു ന്യൂ വേൾഡ് ഓർഡറിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ ആഫ്റ്റർ പെഹൽഗാം? അത് പറയാം. അതിന് പറയുന്നതിന് മുന്നേ നേരത്തെ ടർക്കിയുടെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട സംഗതി വിട്ടുപോയി. ഈ ടർക്കി 1915 to 1917 ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ ഒട്ടോമൻ എംപയർ നിൽക്കേ ഈ പാവപ്പെട്ട അർമേനിയൻസ് ഉണ്ട്. അവർ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസാണ്, സാധുക്കളാണ്. അവർ ക്രിസ്ത്യാനിറ്റി, നോഹയുടെ പേടകം അവിടെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, അവിടെയാണ് നോഹയുടെ പേടകം. നോഹ
ആളുകളെയും ജീവികളൊക്കെ നിറച്ചത് അവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഓൾഡസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് പിന്നെ ഇവിടെ നമ്മുടെ സെൻറ്റ് പോൾ മാർപ്പാപ്പയ്ക്ക് ഇരിക്കുന്ന ആ ചർച്ചിനേക്കാളും പഴയതാണ് അർമേനിയൻ ചർച്ച്, അർമേനിയൻ ക്രിസ്ത്യൻസ്. ഈ അർമേനിയൻ ക്രിസ്ത്യൻസിന് ഒരു 10-20 ലക്ഷം പേരെ ജനോസൈഡ് ചെയ്തു. ഇഫ് യു ഗോ ടു ദ ഹിസ്റ്ററി മനസ്സിലാക്കാം, വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ജനോസൈഡ് ചെയ്തു. നമ്മൾ പോലും ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പോലും 5-6 വർഷമേ ഉള്ളൂ ജനോസൈഡിനെ പറ്റി മനസ്സിലാക്കിയിട്ട്. ഈ അർമേനിയൻസിനെ ഇവർ 15 to 20 lakhs അന്ന് ഈ സിറിയയൊക്കെ ഈ ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലാണ്. അവരെ അങ്ങ് നടത്തിച്ച് ആഹാരവും വെള്ളവും കൊടുക്കാതെ ഒരുപാട് പേരവിടെ പരിഷ് ചെയ്തു. പക്ഷെ അന്ന് റഷ്യ ചെറുതായിട്ട് ടർക്കിയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു ക്രൂരത റഷ്യ ചെയ്തിട്ടുണ്ട്. അത് ജിയോ പൊളിറ്റിക്സ് പ്രകാരം റഷ്യ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നെ ഈ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ആർമി ചെയ്ത 2 ലക്ഷം ബംഗാളി ലേഡീസിനെ റേപ്പ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്ത ജനോസൈഡ് പോലെ ആരും ഹൈലൈറ്റ് ചെയ്യാതെ പോയ അത് കാര്യം ഞാൻ ഫസ്റ്റ് വേൾഡ് സെക്കൻഡ് വേൾഡ് കഴിഞ്ഞപ്പോൾ ഈ ജയിച്ച കക്ഷികൾ ഈ അർമേനിയൻ ജനോസൈഡും ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ ജനോസൈഡും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്തു. അത് ഹൈലൈറ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ക്രൂര പ്രവൃത്തി ചെയ്ത ടർക്കിഷ്. ഇപ്പോൾ അത് പതുക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് ചെയ്തവന്മാരെല്ലാം ചത്തുപോയി. 3 പാഷമാരുണ്ടായിരുന്നു അവിടെ, പാഷമാർ. ആ 3 പാഷമാരാണ് ഈ ജനോസൈഡ് അർമേനിയൻസിൻ്റെ അടുത്ത് ചെയ്തത്. പിന്നെ ഈ നമ്മുടെ അടുത്ത പോളിസി നമ്മുടെ നെയ്ബേഴ്സുമായിട്ട് ഇനി അങ്ങനെ അടുത്ത എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഹമ്പിൾ സജഷൻ, ഇമ്മീഡിയറ്റ് നമ്മൾ ഡിഫൻസ് ബഡ്ജറ്റ് നമ്മുടെ ഇപ്പോൾ 85 $85 ബില്യൺ. അത് ഒരു $130 ആക്കണം, $130 ബില്യൺ ആക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ 9 ബില്യൺ ആണ്. അപ്പോൾ പാകിസ്ഥാനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഡിസൈൻ, വൺ ഓഫ് ദ ഡിസൈൻസ് ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജപ്പാന് കുറച്ച് ആളുകളേ ഉള്ളൂ, 12 കോടി ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവരുടെ ഇൻകം ആസ് ബിഗ് ആസ് ഇന്ത്യാസ് GDP. ജപ്പാൻ ഇപ്പം കൂട്ടിയിട്ടുണ്ട്, 75 ബില്യണോ മറ്റോ ആക്കി, ഓൾമോസ്റ്റ് നിയർ ടു ഇന്ത്യസ് ഡിഫൻസ് ബഡ്ജറ്റ്. അപ്പം ജപ്പാൻ നാളെ 500 ബില്യൺ ആക്കിയാൽ ഇന്ത്യക്ക് അത് പറ്റില്ല. 500 ബില്യൺ ആക്കാൻ പറ്റില്ല. നമുക്ക് ഇത്രയും ആളുകൾ കിടക്കുകയാണ്. 500 ബില്യൺ, ഇറ്റ് വിൽ ബി ടാക്സിങ് ഓൺ ഇന്ത്യ. അപ്പോൾ അതേപോലെ പാകിസ്ഥാനിൽ എത്തില്ല. പാകിസ്ഥാനെ കട്ടിഞ്ഞ് 314 ഇപ്പം മൊത്തം കടമൊക്കെ ആയി ആകെ നശിപ്പിച്ച് IMFൻ്റെ മുമ്പ് ഇങ്ങനെ ബെഗ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഡിഫൻസ് ബഡ്ജറ്റ് അങ്ങ് കൂട്ടുക. അവർ കൂട്ടുമെന്ന് നമുക്ക് നോക്കാം. കൂട്ടാൻ പറ്റില്ല, അതൊരു വലിയ സ്ട്രെയിനാണ് അവർക്ക്. പിന്നെ ഈ അതിൻ്റെ കൂടുതൽ തീവ്രവാദികളെ തീറ്റിപ്പോറ്റുകയും കൂടെ വേണം. അതെ, അത് അവരുടെ കാശല്ല, എല്ലാം ഈ അമേരിക്ക കൊടുക്കുന്ന കാശ്. ഫോറിൻ എയ്ഡാണ്. സൗദി ഇപ്പോൾ കട്ട് ചെയ്ത് സൗദി കൊടുക്കില്ല. ചൈന ഈ പൈസ വിട്ട് കളിക്കില്ല. ചൈന ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുമെങ്കിലും പൈസ അങ്ങനെ അധികം കൊടുക്കില്ല. അഥവാ കൊടുക്കുമെങ്കിൽ അവിടെ ചൈനീസ് ഇത് കാണും. ഇപ്പം നമ്മുടെ ഈ വാറിൽ അധികം പേര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടർക്കിഷ് എഞ്ചിനീയർ സോൾജിയേഴ്സ്, ചൈനീസ് എഞ്ചിനീയർ സോൾജിയേഴ്സ്, ഈവൻ അസർബൈജാൻ എഞ്ചിനീയർ സോൾജിയേഴ്സ്, ഇത്രയും പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ. എന്താണെന്ന് വെച്ചാൽ ചൈന ഓരോ മനുഷ്യർക്കും അവരുടെ ഈ കോഡ് പറഞ്ഞു കൊടുക്കില്ല. ഈ മറ്റേ എയർ ഡിഫൻസ് മെക്കാനിസം, അതിനൊരു കോഡുണ്ട്. ന്യൂക്ലിയർ ബോംബിനുള്ള പോലെ അതിനൊരു കോഡുണ്ട്. അത് അവരാർക്കും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇവർക്ക് ഈ എയർ ഡിഫൻസ് മെക്കാനിസം ഒക്കെ മറ്റേ ജക്കോബാദിലൊക്കെ കൊണ്ട് അവർ വെച്ചിട്ട് ചൈനീസ് എഞ്ചിനീയേഴ്സ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. ഈവൻ അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ വരും സാധനം ചൈനീസാണ്. ഇവരുണ്ട്, ചൈനീസുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൊല്ലപ്പെട്ടു. US സോൾജേഴ്സും അതിനകത്ത് പെട്ടു. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂക്ലിയർ സ്റ്റോറേജിൽ അതിൻ്റെ കോഡും അതിൻ്റെ ക്യാപ്പിങ്ങും എല്ലാം മാനേജ് ചെയ്തിരുന്നവരാണ്. പിന്നെ F-16. അപ്പോൾ ഇത്രയും പേഴ്സണൽ കൊല്ലപ്പെട്ടു. അവർക്കത് പുറത്ത് പറയാൻ നിവർത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്തപ്പം അന്നേ ഞാനിത് മനസ്സിലാക്കിയിരുന്നു.
3 വർഷമായി അവർ യുദ്ധം ചെയ്യണം. പക്ഷേ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷുകാർ, ജർമ്മൻസ്, ഈവൻ ഫ്രാൻസ് പോലും അവിടെ വന്നു, പോളിഷ്, പിന്നെ ലിത്വാനിയ, ഈ രാഷ്ട്രങ്ങളിൽ നാറ്റോയിലുള്ളതാണ്. അവരുടെ സോൾജേഴ്സ് അവിടെ പോയി. എന്നിട്ട് ഉക്രൈൻ്റെ യൂണിഫോം ഇട്ടിട്ട് യുദ്ധം. ഉക്രൈൻസ് കപ്പാസിറ്റി ഇല്ല, ദേ ആർ നോട്ട് കോമ്പിറ്റൻറ്റ്. അപ്പം ഇവരുടെ ഇതിട്ടിട്ട് അങ്ങനെയാണ് റഷ്യക്ക് കുറച്ച് നാശം ഉണ്ടായത്. അതേപോലെ ഇവന്മാർ ഈ ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമുക്കെതിരായിട്ട് യുദ്ധം ചെയ്തു. പക്ഷെ നമ്മൾ അവരെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇനിയും ഇതൊക്കെ പ്രതീക്ഷിക്കാം. പാകിസ്ഥാനായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ചൈന ഇപ്പോൾ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്, നാണം കെട്ടി നിൽക്കുകയാണ്. കാര്യം ചൈനയുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇനി ആര് വാങ്ങിക്കും എന്നുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ അവരുടെ എയർ ഡിഫൻസ് മെക്കാനിസം, ആ മിസൈലും ഒക്കെ നൈജീരിയ, ഇങ്ങനെ പാവപ്പെട്ട 1-2 ആഫ്രിക്കൻ നേഷൻസും പിന്നെ പാകിസ്ഥാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഒരു തിയേറ്ററായിരുന്നു. ചൈനീസ് വെപ്പൺസ് വേഴ്സസ് റഷ്യൻ വെപ്പൺസ് ആൻഡ് ഇന്ത്യൻ വെപ്പൺസ്. അതിൽ ചൈനീസ് വെപ്പൺസ് നശിച്ചു പോയി. ഇനി ചൈന ഇങ്ങനെ ഓപ്പണായിട്ട് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ചൈന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഇനി അടുത്ത പരിപാടി. പിന്നെ ഈ ജമ്മു കാശ്മീരിൽ എവിടെയൊക്കെ ഇന്ത്യ തർക്കം പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനുമായിട്ട്, അവിടെ എല്ലാം ഈ ചൈനീസിനെ കൊണ്ട് ഇൻസ്റ്റാൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാൻ. അപ്പോൾ POKയിൽ ചൈനീസ് സോൾജേഴ്സ് ഉണ്ട്. അന്ന് കഴിഞ്ഞാൽ നമ്മളത് കയറി പിടിക്കുമെങ്കിൽ ചൈന ഇന്ത്യയും തമ്മിൽ അടിച്ചോട്ടെ. അതുപോലെ തന്നെ മറ്റേ ഗദാർ, സീപെക്, അതിനകത്ത് അവിടെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ നമ്മുടെ നേവൽ ഷിപ്പ് ടാർജറ്റ് നോക്കിയത് ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒറ്റ പാകിസ്ഥാനി ഷിപ്സ് ആ ഏരിയയിലില്ല. എല്ലാം ഗദ്ദാർ പോർട്ടിൽ ചൈനയുടെ ഒരു ഡിവിഷനുണ്ട്, അതിനകത്ത് കയറി പതുങ്ങിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാകിസ്ഥാനി ഷിപ്പ് ഒമാനിൽ പോയി. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കറാച്ചി പോർട്ട് ആക്രമിക്കാതെ വിട്ടതാണ്. അപ്പം പിന്നെ യു എസ് വീണ്ടും അനദർ ഒരു കുന്നം പൂച്ചയാണ്. ഈ മീൻകടയിൽ നിന്ന് കറങ്ങുന്നതല്ല, അവരിവിടെ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. സെൻറ്റ് മാർട്ടിനിൽ ബംഗ്ലാദേശിൻ്റെ ഹസീന പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് അവർ അട്ടിമറിച്ചെന്ന് പറഞ്ഞു. സെൻറ്റ് മാർട്ടിനിൽ US ഫോഴ്സസ് ഇറങ്ങിക്കഴിഞ്ഞു, ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർക്ക് അത് വേണം, ബംഗ്ലാദേശിന് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആ കിളിപോയി ഇരിക്കുന്ന മറ്റേ എങ്ങനെ ഉണ്ടല്ലോ യൂനിസ് എന്ന് പറയുന്നത് ബിൽ ക്ലിൻ്റൻ്റെ ഏജൻ്റാണ്. ബിൽ ക്ലിൻ്റനാണ് അയാൾ അവിടെ കൊണ്ടുവന്നത്. ഒബാമയും ബിൽ ക്ലിൻ്റനും കൂടെയാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പം അവിടെ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഗദ്ദാർ പോർട്ടും മറ്റേ ജാക്കബാത്ത് എന്ന് പറയുന്നത് അത് പിന്നെ സിന്ധിലാണ്. അതും US വേണം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. US ഫോഴ്സസ് അവിടെ ഉണ്ട്, സ്പെഷ്യൽ ഫോഴ്സസ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു ജാക്കബാത്തിൽ. പിന്നെ ഈ റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു വലിയൊരു ഫോഴ്സ് വന്നിട്ടുണ്ട്. ഇനി അവർ അവിടെ നിന്ന് പോവില്ല. അപ്പം നമ്മൾ പിന്നെ ഈ ബംഗ്ലാദേശിനെ നമ്മൾ ശ്രദ്ധിക്കണം. ബംഗ്ലാദേശ് പാകിസ്ഥാനികളെക്കാളും നല്ല, ഹസീനെ പോലെയുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ വളരെ വൃത്തികെട്ടവർ, ഹൈലി അൺറിലയബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവന്മാരെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. നമുക്ക് ആ ചിക്കൻ നെക്ക് ആ ഏരിയ, നമ്മുടെ 7 സിസ്റ്റേഴ്സിൻ്റെ അതിൻ്റെ അടുത്തുള്ള ഒരു പോർട്ട് നമ്മൾ പിടിച്ചെടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഇതില്ല, ആക്സസ് ഇല്ല. അതാണ് ഇവൻ പറഞ്ഞ് വരട്ടിയത്. ഈ കിളിവ ഇയാളെ യൂനിസ് ഞങ്ങളത് പിടിക്കുമെന്ന്, നമ്മുടെ ത്രിപുര പിടിക്കുമെന്ന് ഈ കിളിപോയി പറഞ്ഞതാണ്. അതും നമ്മൾ മനസ്സിൽ വേണം. അത് ഒന്നേ അമേരിക്ക സമ്മതിച്ച് നമുക്ക് തരികയോ ബംഗ്ലാദേശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവോക്കേഷൻ വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കുക. പിന്നെ റഷ്യ ഒരു ഇയാളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ന്യൂ വേൾഡ് ഓർഡർ വരാൻ പോവുകയാണ്. ഈ പുടിൻ ഇന്ത്യയിൽ വരെയാണ്. ഇന്ന് വരെ പിന്നെ നമ്മളെ ഈ ഫൽഗാം ഇൻസിഡൻറ്റിന് മുന്നേ വരെ ഞാൻ ഈ പറഞ്ഞ പ്രതിഭാസമില്ലായിരുന്നു. പക്ഷേ ഈ വാർ ഇന്ത്യ ജയിച്ച ശേഷം അവരുടെ വെപ്പൺസ് ഭയങ്കര സ്ട്രോങ് ആയി, എഫക്റ്റീവാണ്, നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചു. നല്ല ഇന്ത്യൻ റഷ്യൻ കോമ്പിനേഷനാണ്. അതെല്ലാം കൊണ്ട് പുടിനാണെങ്കിൽ ഈസ് ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. യു മാർക്ക് മൈ വേർഡ്സ്,
S-500 ഇവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള കരാറിൽ നമ്മൾ ഒപ്പുവയ്ക്കും. ഈ അമേരിക്കൻ നമ്മൾ സോപ്പിട്ട് നിന്നിട്ട് ഇതുപോലെ അമേരിക്ക ഇത് ചേഞ്ച് ചെയ്തോളെ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്നും വിശ്വസിക്കാവുന്നത് റഷ്യയാണ്. നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരിക്കും. പിന്നെ അസർബൈജാനെയും ടർക്കിയും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, നമ്മളിവിടുത്തെ ആളുകൾ അവിടെ പോകുന്നത് നിരോധിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ വെച്ചിട്ട് അങ്ങനെ തന്നെ ഡയറക്റ്റ് പറയേണ്ട, വേറെ രീതിയിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അസർബൈജാനിൽ പോയി ഞാൻ 5 ലക്ഷം അല്ല 3 ലക്ഷം രൂപ ചിലവ് ഞാൻ അവിടെ നടത്തുമെങ്കിൽ അതിൽ 1 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ ടെററിസ്റ്റിന് പാകിസ്ഥാൻ വഴി കറങ്ങി വരുന്നുണ്ട്. ഇന്ത്യൻസിൻ്റെ പൈസയാണ്. ഈ അമീർ ഖാൻ ഇങ്ങനെ ഒരു 3-4 എണ്ണം അവിടെ ഉണ്ടല്ലോ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, ഇവന്മാരെ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ നടപടി എടുത്തില്ല? ഇവൻ അമീർ ഖാൻ അവിടെ പോയി അയാളെ കെട്ടിപ്പിടിച്ചത് നമ്മളെ അധികാരികൾ കണ്ടില്ലേ? അയാൾ അവിടെ പോയി മറ്റേ എർദോഗാനെ കെട്ടിപ്പിടിച്ച, എർദോഗാൻ നല്ല ബുദ്ധിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ സിനിമ എല്ലാവരും കാണും. പിന്നെ സിനിമ എല്ലാം അവിടെയാണ് ഷൂട്ടിങ്. ഈ പരിപാടികൾ നമ്മൾ നിർത്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഉക്രൈനിൽ പോയി, ഉക്രൈൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ റഷ്യക്കാർ സമ്മതിക്കും ഉക്രൈനിൽ പോയി നടത്താൻ? ഇനി നമുക്ക് എന്ത് എവിഡൻസ് വേണം? ഈ തുർക്കി, അസർബൈജാൻ പോലുള്ള രാഷ്ട്രങ്ങൾ നമുക്കെതിരായിട്ട് ഈ തുർക്കിയിലും അസർബൈജാനിലും പോകുന്നത് ഇൻഡയറക്റ്റായിട്ടെങ്കിലും നമ്മുടെ ഗവൺമെൻറ് വിലക്കണം നമ്മുടെ ആളുകളെ. കാര്യം അവിടെ പോയി ഈ പൈസ നമ്മൾ ചിലവാക്കുന്ന ഇന്ത്യക്കാരുടെ പൈസ അത് കറങ്ങിക്കഴിഞ്ഞ് നമുക്ക് എഗൻസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് കമ്പനീസ് ഇവിടെയുണ്ട് എയർപോർട്ടിലൊക്കെ. ഈ എയർപോർട്ടിൽ ഇവന്മാരെ കമ്പനീസ്, ഈ ടർക്കിഷ് കമ്പനീസൊക്കെ ഓപ്പറേറ്റ് ചെയ്ത എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആർക്ക് എവിടെ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അവരിവിടുത്തെ എയർപോർട്ടിൻ്റെ പല സംഗതികളും എടുത്ത് പാകിസ്ഥാന് കൊടുക്കില്ലേ, ചൈനയ്ക്ക് കൊടുക്കില്ലേ ഈ ടർക്കിഷ് കമ്പനികൾ? അത് ഇയാളും ഞാനും ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് ശ്രദ്ധിക്കേണ്ടവർ എന്തുകൊണ്ട് എവിടെയാണ് പറ്റിയത് ഫ്രോഡിയൻ സ്ലിപ്പ്, അത് അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഇനിയും ഒരുപാട് ഇപ്പോൾ ഉടനടി പാകിസ്ഥാൻ എനിക്ക് തോന്നുന്നില്ല മിലിറ്ററി മൈറ്റ് കൊണ്ട് വരുമെന്ന്. പിന്നെ ഇത് വാച്ച് ചെയ്യണം, ഈ നേവൽ എക്സസൈസ് എന്താണ് അവരുടെ പരിപാടി. പക്ഷെ അവരിനി ചെയ്യാൻ പോണ ഫിയാദീൻ അറ്റാക്കുകൾ ഉണ്ടാക്കണം ഇന്ത്യക്കകത്ത്. അവർക്ക് സ്ലീപ്പേഴ്സ് സെല്ലുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു, 2 എണ്ണം കഴിഞ്ഞു ഇപ്പോൾ കാശ്മീരിൽ. അതിനി കൂടുതൽ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ സിറ്റികളിലും അവിടെ ഇവിടെയൊക്കെ. അപ്പം നമ്മൾ ഗവൺമെൻറ് വളരെ അലർട്ടായിരിക്കണം. പാകിസ്ഥാൻ മാറില്ല, അങ്ങനെ തന്നെ പോവും. ഒന്നുകിൽ അവരെ ഇത് ചെയ്യുക. പിന്നെ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സ്വന്തം ആളായിട്ട് നിൽക്കുകയാണ്. മറ്റേ മുത്തലാക്കി വിദേശകാര്യമന്ത്രി ഡൽഹിയിലുണ്ട് ഇപ്പം. അപ്പോൾ TTPയും പാകിസ്ഥാൻ എന്നും അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്ന TTPയും പിന്നെ ഹക്കാനി ഗ്രൂപ്പുണ്ട്, ഹക്കാനി ഗ്രൂപ്പ്. അവർ പാകിസ്ഥാൻ പറഞ്ഞവർ ടെററിസ്റ്റുകളാണ്. അതൊക്കെ അഫ്ഗാനിസ്ഥാനൊക്കെ നല്ല അടുപ്പമാണ്. അപ്പം അഫ്ഗാനിസ്ഥാൻ ഓടി ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു മീറ്റിംഗാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തുന്ന പോലത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ കുറേ സംഗതികൾ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരെ അലർട്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. എന്തായാലും ഒരു ഇന്ത്യ പഹൽഗാമിന് ശേഷം പഹൽഗാമിന് മുമ്പ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വളരെ വിജ്ഞാനപ്രദമായ ഇൻട്രാക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വന്ദേ മാതരം.